മാങ്ങാട്ടിടം പഞ്ചായത്തിലേക്കുള്ള UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മിരോമ്പ UP സ്കൂളിൽ നടന്ന UDF മാങ്ങാട്ടിടം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സെമി ഫൈനൽ കൂടിയാണ്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും തിരിച്ചടി നേരിട്ട ഒരു മുന്നണിയാണ് CPM LDF. പഞ്ചായത്തുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും നിലമ്പൂരും പാലക്കാടും മാത്രമല്ല, പഞ്ചായത്തുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം സീറ്റുകളിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ 5 വർഷ കാലയളവിനുള്ളിൽ UDFനാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും വെറുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ പഞ്ചായത്തിലെ മെമ്പർമാർക്ക് തന്നെ അറിയാം, പഞ്ചായത്ത് രാജ് സംവിധാനത്തെ തകർത്ത ഒരു ഗവൺമെൻറ്റാണ്. ൽ 18 സീറ്റിൽ കോൺഗ്രസും 3 സീറ്റിൽ മുസ്ലിം ലീഗും മത്സരിക്കും. കഴിഞ്ഞ തവണ മെരുവമ്പായി വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ച UDF സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിലെ CK മുഹമ്മദ് നൌഫൽ ഇത്തവണ കണ്ടേരി വാർഡിൽ നിന്നും ജനവിധി തേടുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ PP രാഗേഷ് അധ്യക്ഷനായി. EP ഷംസുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. കാഞ്ഞിരോളി രാഘവൻ, PV രമേശൻ, വിനോദൻ വെള്ളുവക്കണ്ടി, MC കുഞ്ഞഹമ്മദ്, ഇബ്രാഹിം പഞ്ചാര, ഹാഷിം നീർവേലി, A രഘുനാഥ്, സുധാകരൻ നീർവേലി, അഷ്റഫ് കൈതേരി, MV ലത, TP ഷംസീർ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.